രാവിലെ ഉറക്കമുണർന്നപ്പോഴാട്ടോ അറിയുന്നത് ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. പക്ഷേ ചേട്ടായിക്ക് പണിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ചോറും കറിയെല്ലാം കൊണ്ടുപോകണം. അതുകൊണ്ട് രാവിലെ തന്നെ കറിയുടെ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. അത് സാമ്പാർ പരിപ്പാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 തക്കാളി, പിന്നെ ഒരു സബോള, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇത് ഇത്രയും ഇട്ട് ഒരു 2 വിസിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പ് നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു കേട്ടു പൊടിയുപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാണെന്ന്. അതായത് പ്രഷറൊക്കെ ഉള്ളവർക്ക് കല്ലുപ്പാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് പ്രഷറൊന്നും ഹൈ ആവില്ല എന്ന്. അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ കല്ലുപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് നമ്മൾ ചെറിയുള്ളിയെല്ലാം മൂപ്പിച്ചെടുത്തു കേട്ടോ. അതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വഴച്ചതിന് ശേഷം നമ്മുടെ പരിപ്പ് കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലിയില തൂവി കേട്ടോ. കറിവേപ്പിലയൊന്നും എടുക്കാൻ പുറത്തേക്ക് പോകാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. പിന്നെ ഇന്നലെ വറുത്തതിൻ്റെ ബാക്കി കുറച്ച് മാന്തളുണ്ടായിരുന്നു. അങ്ങനെ മാന്തൾ വറുത്തതും നമ്മുടെ പരിപ്പ് കറിയും ചോറും എല്ലാം ആക്കി ഹസ്ബൻഡ് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.